വാസം പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രധര ചിന്മയരൂപം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം ശബ്ദം പാടിയ രീതിയൊക്കെ ഇത്രയും നാളെടുത്തു ഒരാളെ, അതല്ലേ ലോകം അറിയാനെന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോ സമയമാണ്. രസമായിട്ടാണ് പാടുന്നത്, കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. ഞാന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് ചോദിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് ഇവിടെ വരുന്നതിന് മുമ്പേ ഇവരെന്നോട് പറഞ്ഞു, അതായത് ഇവനൊന്ന് ചേച്ചി ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. എന്ത് ക്യാൻസർ ആണെന്ന് ചോദിക്കാം. ബ്രസ്റ്റ് ക്യാൻസർ ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണെന്നാണ് അറിയുന്നത്. പിന്നീട് ഒരു വർഷം പ്രോഗ്രാമിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു വർഷത്തേക്ക് ചികിത്സ ചെയ്ത് റിമൂവ് ചെയ്താൽ ഭേദമാകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇല്ല, ചെയ്തില്ല. അടുത്ത ആഴ്ച ഡോക്ടറെ കാണുമ്പോൾ ടെസ്റ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓരോ ശരീരഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള, ഇനിയിപ്പോൾ നട്ടെല്ലിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെ ബാധിക്കാൻ സാധ്യത കുറവാണെങ്കിലും രണ്ടാം സ്റ്റേജ് അല്ലേ, അപ്പോൾ അതെന്തായിരുന്നാലും ക്യൂറബിൾ ആണ്. ആ ടെസ്റ്റ് കൂടെ കഴിയുമ്പോൾ പിന്നീട് ഓപ്പറേഷൻ ചെയ്ത് കീമോയും റേഡിയേഷനും കൂടെ ചെയ്യുമ്പോൾ ബെറ്റർ ആകും. ഞാൻ അന്നും പറയുമായിരുന്നു എനിക്ക് പാട്ട് നിർത്താൻ പറ്റൂല, പ്രത്യേകിച്ച് ഭാഗവത പാരായണം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ടാലന്റ് ഉള്ള ഒരാള് ഒരിക്കലും നിർത്തരുത്. കാരണം ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞേ, ഒരു ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയോ വേണ്ടി വന്നു അത് ലോകം അറിയാനെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും നിർത്തരുത് കേട്ടോ. അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതൊക്കെ മാറി വരാനായിട്ട് ഇപ്പൊ വന്നേക്കുന്നത്, നമ്മുടെ ഇവിടെ വന്നതിനെ നമ്മളത് കാണുന്നത് നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ടാവും കൂടെ. അപ്പം നമുക്ക് തീർച്ചയായും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മളാൽ കഴിയുന്ന എന്ത് വേണേൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമവും വിചാരിക്കേണ്ട, പാട്ട് നിർത്തണം കേട്ടോ. നമുക്ക് അടുത്ത പാട്ട്